the sum of any two integers of the form 4k plus 1 is even. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇന്റിജേഴ്സ് എടുക്കുക. ലെറ്റ് x and y are two integers of the form 4k plus 1. Let x is equal to an integer of the form 4k plus 1, that is 4n, is equal to an integer of the form 4k plus 1, that is 4m plus 1. ഇവിടെ n ഉം m ഉം ഒക്കെ integers ആണ്. The sum x plus y അല്ലേ? What is x plus y? 4n plus 1 plus 4m plus 1. So this is equal to 4n plus 4m plus 1 plus 1 2. We can take 2 outside, 2 into 2n plus 2m plus 1. So multiple of 2 അല്ലേ? Multiple of 2 എന്ന് വെച്ചാൽ 2 ന്റെ multiple 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. So x plus y is even. അപ്പോൾ ഏതോ രണ്ട് ഇന്റിജേഴ്സ് എക്സും വൈയും ഏതോ രണ്ട് ഇന്റിജേഴ്സ് ആണ് അല്ലേ? ഈ ഫോമിൽ വരുന്ന ഏതോ രണ്ട് ഇന്റിജേഴ്സ് ആണ് എക്സും വൈയും. അവയുടെ സം എന്ത് വന്നു? മൾട്ടിപ്പിൾ ഓഫ് 2 വന്നു, ഈവൻ വന്നു. അപ്പോൾ in this case we can write sum of any two, which implies x plus y is even, comma, for all xy, for all xy element of z, for all xy element of z, ഏത് രണ്ട് ഇന്റിജർ എടുത്താലും ശരിയാവും. Thus sum of, thus the sum is even അല്ലേ? Thus the sum is even. നമ്മൾ ആൻസർ ആയല്ലോ. Next question. The product of any two integers of the form, the product of any two integers of the form the product of any two integers is of the form the product of any two integers is of the form 3k plus 1 is 3k plus 1 is also of the same form, is also of the same form. The product of any two integers is of the form 3k plus 1 is also of the same form. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുമോ? ഞാൻ ചെയ്യണോ? കഴിഞ്ഞതിനെ പോലെ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം ചെയ്യും. 12 if the product of two integers is even, if the product of any two integers, if product of two integers is even,
then at least one of them must be even. Then at least one of them must be even. Sir, അടുത്ത് 11 അല്ലേ sir question number? At least one of them must be even. At least one of them must be product of two integers is even, then at least one of them must be even. അപ്പോൾ ഇതിന്റെ പ്രൂഫായിട്ട് രണ്ട് ശരിയാണല്ലോ, രണ്ട് ഇന്റിജേഴ്സിന്റെ പ്രോഡക്റ്റ് ഈവൻ ആണെങ്കിൽ അതിൽ ഉറപ്പായിട്ട് ഒരാൾ ഈവൻ ആയേ പറ്റും. അപ്പൊ ഞാൻ നമുക്കൂടെ ഗിവൺ എന്താണ്? ഗിവൺ പ്രോഡക്റ്റ് ഓഫ് two integers is even. Product of two integers even ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം മസ്റ്റ് ബി ഈവൻ എന്നാ പറയണ്ടേ. ഞാൻ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നു. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം മസ്റ്റ് ബി, ഒരെണ്ണമെങ്കിലും ഈവൻ ആയിരിക്കണം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ രണ്ട് ഓഡാണെന്ന് അസ്യൂം ചെയ്യും. Assume both of the integers. Assume both of the integers. Assume both of the integers. ഏത് രണ്ട് ഇന്റിജേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഈവൻ കിട്ടിയത്, ആ രണ്ട് ഇന്റിജേഴ്സും both of the integers are not even. Are not even. That is, both are odd. അല്ലേ? അപ്പൊ ഇനി രണ്ട് ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം. രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഓഡാണ് നമുക്കറിയാം. വി ഹാവ് പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ്. Product of two odd numbers is odd. Product of two odd numbers is odd. നമ്മുടെ ഗിവൺ എന്താ? പ്രോഡക്റ്റ് ഓഫ്, ഇവിടെ തന്നിരിക്കുന്നത് ഈവൻ എന്നല്ല തന്നിരിക്കുന്നത്. ഹിയർ ദ ആൻസർ ഈസ് ഈവൻ. ഹിയർ ദ ആൻസർ ഈസ് ഈവൻ. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ അല്ലേ? ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. It is a contradiction to our assumption. It is a contradiction to our assumption. It's a contradiction to our assumption that both of the integers are not even is wrong. So, രണ്ടെണ്ണവും ഈവൻ അല്ല എന്ന് അസ്യൂം ചെയ്തു. therefore ഒരെണ്ണമെങ്കിലും ഈവൻ ആവും. therefore at least one of the integer, at least one of the integer is even. Let n be, let small n be any arbitrary
integer, n be any integer, then prove that n square plus n is an even integer. N square plus n is an even integer. n ഏതോ ഒരു ഇന്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ ശരിയല്ലേ, n സ്ക്വയർ പ്ലസ് n ഈവൻ ആവെന്ന് പറയുന്നത്. അപ്പോൾ 5 ഒരു ഇന്റിജർ ആണ്. 5 സ്ക്വയർ പ്ലസ് 5 25 പ്ലസ് 5 30 ഈവൻ ആയി അല്ലേ. -2 സ്ക്വയർ പ്ലസ് 2 അതും എന്താണ് 2 ആണ്, ഈവൻ ആണ് അല്ലെ. 9 സ്ക്വയർ പ്ലസ് 9 90 ആണ്, ഈവൻ ആണ്. അപ്പോ ഒരു ഇന്റിജറിന്റെ സ്ക്വയറിനെ അതേ ഇന്റിജറിനോട് ആഡ് ചെയ്യുമ്പോൾ ഒരു ഈവൻ ഇന്റിജർ കിട്ടുമെന്നാ പ്രൂവ് ചെയ്യേണ്ട. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പ്രൂഫ് ബൈ കേസസ് ആയിട്ട് 2 കേസുകളായിട്ട് പ്രൂവ് ചെയ്യും. കേസ് 1, assume n is an even integer. Assume n is an even integer. n ഈവൻ ഇന്റിജർ ആണെങ്കിൽ നമുക്കറിയാം എങ്ങനെ ഇരിക്കും. ഒരു നമ്പറിൽ ഈവൻ നമ്പർ ആണെങ്കിൽ അത് 2ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കുമല്ലോ. അപ്പോ that is n is of the form 2k where k is some integer, where k is some integer, ഏതോ ഒരു ഇന്റിജർ ആണ്. k is some integer. Then n square plus n is equal to 2k square plus 2k is equal to 2k square is 4k square plus 2k. 2 outside എടുത്താൽ 2 into 2k square plus k. നോക്കിയേ, k square നമ്മൾ ഏതൊരു ആർബിട്രറി ഇന്റിജർ അല്ലേ. 2k square ഒരു ഇന്റിജർ ആണല്ലോ. 2k സ്ക്വയറിനോട് k ആഡ് ചെയ്താലും അത് ഒരു ഇന്റിജർ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഒരു ഇന്റിജർ അല്ലേ. ഈ ഇന്റിജറിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു ഈവൻ നമ്പർ അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 2, that is even. അപ്പോൾ n square plus n, therefore n square plus n is even. n square plus n is even integer. എപ്പോഴാ? when n is even. when n ഒരു ഈവൻ ആണെങ്കിൽ, n ഒരു ഈവൻ ഇന്റിജർ ആണെങ്കിൽ, n ഒരു ഈവൻ ഇന്റിജർ ആണെങ്കിൽ n സ്ക്വയർ പ്ലസ് n ഈവൻ ഇന്റിജർ ആയി. ഇനി n രണ്ടാമത്തെ കേസ്, കേസ് 2, when n is odd. when n is odd, ഒരു ഓഡ് ഇന്റിജർ ആണെങ്കിലോ, n ഓഡ് ഇന്റിജർ ആണെങ്കിൽ, എടോ ഒരു ഓഡ് ഇന്റിജറിനെ നമ്മൾ എങ്ങനെയാ എടുക്കണേ? n ഏത് ഫോമിലിരിക്കും? ഓഡ് നമ്പേഴ്സ് ഒക്കെ ഈവൻ നമ്പേഴ്സിനോടൊപ്പം 1 ആഡ് ചെയ്യുന്ന ഫോമിലല്ലേ. അപ്പോ 2m plus 1 എന്ന ഫോമിലായിരിക്കും അല്ലേ, ഫോർ സം ഇന്റിജർ m. ശരിയല്ലേ? ഏത് ഓഡ് നമ്പർ എടുത്താലും ഒന്നുകിൽ 2m plus 1 അല്ലെങ്കിൽ 2m minus 1 എടുത്താലും മതി. വേറെ ഒരാൾ 2m minus 1 എടുത്ത പരാതി വേണ്ട. 2m minus 1 ആയാലും അത് ഓഡ് തന്നെയാണ്. 2m plus 1 എന്നോ 2m minus 1 എന്നോ എടുക്കാം ഫോർ സം ഇന്റിജർ m. നമുക്ക് വേണ്ട എന്താ? n സ്ക്വയർ പ്ലസ് n അല്ലേ. then what is n square plus n? n square is 2m plus 1 the whole square plus 2m plus 1.
2m plus 1 square എന്താ 2m square, that is 4m square plus 2m into 2 4m plus 1 square 1 plus 2m plus 1, that is 4m square plus 6m plus 2. 2 common എടുത്താലോ 2m square plus 3m plus 1, that is a multiple of 2 അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 2 എന്താ അതൊരു ഈവൻ നമ്പർ അല്ലേ. So n square plus 2 is an even number, that is n square plus 2 is even when n is even, when n is odd അല്ലേ. ഇപ്പൊ രണ്ട് കേസിലും ഒന്നാമത്തെ കേസിൽ ഈവൻ ആയപ്പോൾ n സ്ക്വയർ പ്ലസ് ഒന്നാമത്തെ കേസിൽ ഈവൻ ആയപ്പോൾ n സ്ക്വയർ പ്ലസ് n 2 അല്ല n സ്ക്വയർ പ്ലസ് n ഈവൻ ആയി, n ഓടായപ്പോ n സ്ക്വയർ പ്ലസ് n ഈവൻ ആയി. അപ്പൊ n ഏത് ഇന്റിജർ ആയാലും ഹെൻസ് for every integer n square plus n is an odd integer, an even integer is an even integer, n square plus n is an even integer for every n, for every n in z അല്ലേ. ഏത് 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 ഇന്റിജർ n എടുത്താലും n സ്ക്വയർ പ്ലസ് n എന്ത് തന്നെയാണ് ഈവൻ തന്നെയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് prove that n square minus n is divisible by 2. n square minus n is divisible by 2. Prove that n square minus n is divisible by 2 for every integer n. For every integer n ആണ്. For every integer n. For every integer n. ഏത് ഇന്റിജർ എടുത്താലും n സ്ക്വയർ മൈനസ് n ഡിവിസിബിൾ ബൈ 2 ആണ്. ശരിയാണോ? അപ്പോ 5 സ്ക്വയർ മൈനസ് 5 20 അല്ലേ. 2 മൾട്ടിപ്പിൾ അല്ലേ, മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ. 20 is a multiple of 2. അപ്പോ 2 divides 20 അല്ലേ, ഡിവിസിബിൾ ബൈ 2 അല്ലേ. അല്ലേ ഡിവിസിബിൾ ബൈ 2 എന്ന് എന്തായിരിക്കണം, മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കണം. ഡിവിസിബിൾ ബൈ 2 എന്ന് മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കണ്ടേ. ഓക്കെ, n square minus n is divisible by 2. കഴിഞ്ഞതുപോലെ തന്നെ ചെയ്യാം. കേസ് 1, when n is even, n even ആണെങ്കിൽ എങ്ങനെ ഇരിക്കും, that is n is of the form 2k where k is some integer, where k is some integer, n square minus n is 2k square minus 2k, 2k square is 4k square minus 2k, that is 2 into 2k square minus k, say multiple of 2 അല്ലേ. അപ്പൊ എന്താ, divisible by 2 അല്ലേ, divisible by 2.
അപ്പോൾ n square minus n is divisible by 2. Case 2, n odd ആണെങ്കിലോ, when n is odd, n odd integer ആണെങ്കിലോ, that is n is of the form എങ്ങനെ ഇരിക്കും? That is n is of the form 2m plus 1 അല്ലേ? ഒരു ഇന്റിജറിനോട് ഒരു 2ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുകയോ മൈനസ് 1 എടുത്താലും ഇപ്പൊ ഈ കേസ് നോക്കുവാണെങ്കിൽ മൈനസ് 1 എടുക്കാം, കുഴപ്പമില്ല. 2m മൈനസ് 1 എടുത്താലും തെറ്റല്ല. 2m മൈനസ് 1 for some integer m. അപ്പോൾ നമുക്ക് വേണ്ട n സ്ക്വയർ മൈനസ് n ആണ് അല്ലേ? then n square minus n is equal to 2m minus 1 square minus 2m minus 1. 2m minus 1 square എന്താ? 4m square minus 4m plus 1 minus 2m plus 1 എന്തായി? 4m square minus 6m plus 2 അല്ലേ? ഒരു 2 ഔട്ട്സൈഡ് എടുത്താലോ? 2m square minus 3m plus 1. എടോ 2m square minus 3m plus 1. m ഏതോ ഒരു ഇന്റിജർ. അപ്പോൾ 2m square ഇന്റിജർ ആണ്, 3m ഇന്റിജർ ആണ്, 1 ഇന്റിജർ ആണ്. ഇതെല്ലാം കൂടി സബ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്യുന്നത് ഇന്റിജർ ആണ്. ഇത് മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ? ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ? അപ്പൊ എന്ത് പറയാം? That is n square minus n is divisible by 2 അല്ലേ? when n is even, when n is odd. n odd ആകുമ്പോൾ divisible by 2 ആണ്. ഇവിടെ divisible by 2 when n is even. n even ആകുമ്പോൾ divisible by 2 ആണ്. അപ്പോ both the cases we get n square minus n is divisible by 2 for all n അല്ലേ? ഏത് ഇന്റിജർ എടുത്താലും divisible by 2 ആവും. Next 14. So that n cube minus n is divisible by 2 for every integer n. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. if n is an arbitrary integer, ഏതോ ഒരു integer ആണ് n, then thirty divides n raised to 5 minus n. 30 divides n raised to 5 minus n. n ഒരു ആർബിട്രറി ഇന്റിജർ ആണെങ്കിൽ 30 divides n raised to 5 minus n. അപ്പോ 30
30 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ ഒന്ന് 6 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആണെന്നും ആൻഡ് 5 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആണെന്നും പ്രൂവ് ചെയ്താൽ അല്ലേ 6 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആണെന്നും 5 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആണെന്നും പ്രൂവ് ചെയ്താൽ 30 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആവും. അപ്പോൾ given n റൈസ് ടു 5 മൈനസ് n നെ ഒരു n കോമൺ എടുത്താൽ എങ്ങനെ എഴുതാൻ പറ്റും? n ഇൻറ്റു n റൈസ് ടു 4 മൈനസ് 1. ശരിയാണോ? ശരിയാണോ? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഹലോ, ഉറങ്ങിപ്പോയില്ലല്ലോ. n റൈസ് ടു 4 മൈനസ് 1 n സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. n സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? മൈനസ് 1. അപ്പോ n ഇൻറ്റു 1 എന്ന് വെച്ചാൽ 1 സ്ക്വയർ എന്നല്ലേ? അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അപ്പോ n സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 അല്ലേ? അപ്പോ എങ്ങനെ എഴുതാം? n ഇൻറ്റു n സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇവിടെ n സ്ക്വയർ മൈനസ് 1 വെച്ചാൽ n സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണ്. ശരിയല്ലേ? അപ്പൊ അതിനെയോ n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 1. അപ്പോൾ n സ്ക്വയർ n റൈസ് ടു 5 മൈനസ് n ഇസ് ഈക്വൽ ടു ഞാൻ ആദ്യം n മൈനസ് 1 എഴുതി n മൈനസ് 1 ഇൻറ്റു രണ്ടാമത് n എഴുതി n ഇൻറ്റു മൂന്നാമത് n പ്ലസ് 1 എഴുതി n പ്ലസ് 1 ഇൻറ്റു ലാസ്റ്റ് n സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ലോജിക്ക് എന്താ? 5 ഡിവൈഡ്സ് n സ്ക്വയർ n റൈസ് ടു 5 മൈനസ് n എന്നും 6 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n എന്നും പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ 5ന്റെ 6ന്റെ LCM 30 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആവും. ഇനി 6 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n എന്ന് പ്രൂവ് ചെയ്യാൻ 2 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n എന്നും 3 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n എന്നും പ്രൂവ് ചെയ്താൽ മതി. ശ്രദ്ധിക്കണം, എനിക്ക് എന്താ പ്രൂവ് ചെയ്യണം? എനിക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് 30 ഡിവൈഡ്സ് 30 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n 30 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആണെന്ന് പ്രൂവ് ചെയ്യാൻ 6 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആണെന്നും 5 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആണെന്നും പ്രൂവ് ചെയ്യാം. 6 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n എന്ന് പ്രൂവ് ചെയ്യാൻ 2 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആണെന്നും 3 ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n ആണെന്നും പ്രൂവ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ ലോജിക്ക്. അപ്പോൾ നോക്കിയേ, ഇവിടെ n ഏതോ ഒരു ആർബിട്രറി ഇൻഡിജർ ആണേ. n മൈനസ് 1 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇത് 3 കൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് അല്ലേ? n മൈനസ് 1 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 3 കൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് എടുത്താൽ അതിൽ ഒരെണ്ണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഒരെണ്ണം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശരിയാണോ? 3 കൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് എടുത്താൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 of the 3 consecutive integers n minus 1, n and n plus 1, one of them ഇതിൽ ഏതോ ഒരെണ്ണം, കാരണം n ഏതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇതിൽ ഒരെണ്ണം one of them is a multiple of 2 and other is a multiple of 3. That is this product എന്ന് വെച്ചാൽ n raised to 5 minus n, 2 divides n raised to 5 minus n and 3 divides n raised to 5 minus 1. ഇത് രണ്ടും ഓക്കെ ആയി. സോ 6 divides n raised to 5 minus n. ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞെങ്കിലും ചിലപ്പോൾ ചോദിക്കുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യനും ചോദിക്കില്ല, അത് കൊച്ചു പിള്ളേരും ചെയ്യും. അപ്പോ ഇതൊക്കെ എല്ലാ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്, അങ്ങനെ ചോദിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ n raised to 5 minus n ഇങ്ങനെ എഴുതി n minus 1 n into n plus 1 into n square plus 1.
അപ്പൊ ഇതെന്താ n-1 into n into n plus 1 വെച്ചാൽ 3 കൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് അല്ലേ? 3 കൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് എന്താ? ഒരെണ്ണം എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും അല്ലെ? അപ്പം ഇത് 1 ഇത് 2 ഇത് 3 n 2 ആണെങ്കിൽ 1 2 3 ഒരെണ്ണം മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും, ഒരെണ്ണം മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. അപ്പൊ ഈ പ്രോഡക്റ്റിനെ, അതായത് n⁵ n നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എന്ന് വെച്ചാൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ of the three consecutive integers of the three consecutive integers of the three consecutive integers n അല്ലെങ്കിൽ n-1 അങ്ങനെ എഴുതാം, n-1 n and n plus 1. One of them is a multiple of 2. One of them is a multiple of 2. One of them is a multiple of 2 and other is a multiple of 3 and other is a multiple of 3. ഒരെണ്ണം 2 മൾട്ടിപ്പിൾ ആയിരിക്കും, മറ്റൊരെണ്ണം 3 മൾട്ടിപ്പിൾ ആയിരിക്കും, and other is a multiple of 3. This gives n-1 into n plus 1 is equal to multiple of 2 ആണ്, multiple of 3 ആണെങ്കിൽ multiple of 6 ആണ് അല്ലെ? Hence ഇനി എന്ത് പറയാം? n⁵ n is equal to multiple of 6, that is 6 divides n⁵ n. ഇനി രണ്ടാമത് ചെയ്യാൻ പോണ നെക്സ്റ്റ് ടു പ്രൂവ് 5 divides n⁵ അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് 5 divides n⁵ n. അത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ 1 into യൂസ് ചെയ്തിട്ട് 30 divides n⁵ n എന്ന് പറയാലോ. അപ്പോൾ 5 divides n⁵ n എന്ന് പ്രൂവ് ചെയ്യണം. 5 divides n⁵ n എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൂവ് ചെയ്താൽ മതി? n⁵ n is a multiple of 5 എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഞാനിവിടെ പ്രൂവ് ചെയ്യാൻ പോണ ഇൻഡക്ഷൻ വെച്ചാണ് പ്രൂവ് ചെയ്യാൻ പോണത്, വേറെ വഴിയില്ല. വേറെ ഉണ്ട്, കുറച്ച് പണി കൂടുതലാണ്. അതിനേക്കാൾ നമുക്ക് എളുപ്പം ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാം. ഇൻഡക്ഷൻ വെച്ച്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും? ടു പ്രൂവ്, you wanted to prove a mathematical statement named as P of n. P of n എന്ന് പേരുള്ള mathematical statement for all n in integers, natural numbers. For all n ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആദ്യം n is equal to 1 ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. n ന് ഏതാണ് ഇനിഷ്യൽ കണ്ടീഷൻ? അല്ലെങ്കിൽ n is equal to n ന് ട്രൂ ആണെന്ന്, n0 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ n is equal to P of n0 is true എന്ന് പ്രൂവ് ചെയ്യാം. To prove P of n0 is true എന്ന് പ്രൂവ് ചെയ്യണം. നമ്പർ 2, n ന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ n is equal to k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് അസംഷൻ ആണ്. അതായത് P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം, അവിടെ പ്രൂവ് ചെയ്യണ്ട. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? n+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. P of k+1 is true, അത് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? n is equal to n0 ക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? n is equal to k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. തേർഡ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ഇൻഡക്ഷന്റെ പരിപാടികൾ. അപ്പൊ എനിക്കിവിടെ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്?
എനിക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് n ഡിവൈഡ്സ് n റൈസ് ടു 5 മൈനസ് n എന്നാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് അസ്യൂം ചെയ്യും, അല്ല പ്രൂവ് ചെയ്യണം, n ഇസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ 2 കുറച്ചുകൂടി പറഞ്ഞാൽ n ഇസ് ഈക്വൽ ടു 2 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. when n is equal to 2, then what is n raised to 5 minus n? 2 raised to 5 minus 2. 2 raised to 5 എത്ര? 32 അല്ലേ? 32 minus 2 30. അപ്പോ 30 divides 30 എന്ന് അറിയാത്തവരാരും ഇല്ലല്ലോ. സോറി, 5 divides 30 എന്ന് അറിയാത്തവരാരും ഇല്ല. വി ഹാവ് 5 divides 30 എന്ന് വെച്ചാൽ എന്താണ്? 5 divides 2 raised to 5 minus 2. അപ്പൊ എനിക്ക് എന്ത് പറയാം? That is the result. 5 divides n raised to 5 minus n is true when n is equal to 2. അല്ലേ? So the result 5 divides, therefore the result 5 divides n raised to 5 minus n is true when n is equal to 2. n 2 ആയപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അടുത്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമ്മൾ അസ്യൂം ചെയ്യണം. assume the result is true when n is equal to k. Assume 5 divides k raised to 5 minus k for some integer k. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ 5 divides k raised to 5 minus k for some integer k. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. k plus 1 ട്രൂ ആണെന്നല്ലേ? The result is true when n is equal to k plus 1. The result is true when n is equal to k plus 1 അല്ലേ? The result is true when n is equal to k plus 1 അല്ലേ? Therefore the result ഇതാണ് പ്രൂവ് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ എന്ത് പ്രൂവ് ചെയ്യണം? 5 divides k plus 1 raised to 5 minus k plus 1 എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. ഇത് വരണമെങ്കിൽ ഈ ലൈൻ വരണമെങ്കിൽ എന്ത് വരണം? k plus 1 raised to 5 minus k plus 1 is a multiple of 5 എന്ന് പറയണം. അപ്പോ ഇത് കൺസിഡർ ചെയ്യുക. ഏത് കൺസിഡർ ചെയ്യുക? മൾട്ടിപ്പിൾ ഓഫ് 5 ഒന്നിൽ കാണിക്കേണ്ട. അപ്പോൾ ഏത് കൺസിഡർ ചെയ്യണം? k plus 1 raised to 5 minus k plus 1 കൺസിഡർ ചെയ്യുക. എന്താ k plus 1 raised to 5? ഇത് എടോ a plus b the whole squareന്റെ കോഎഫിഷ്യന്റ് ആരാ? നമ്മളിങ്ങനെ ട്രയാങ്കിൾ വരച്ച പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറയും. ഇവിടെ 3 1 ഇടുക, അടുപ്പ് കൂട്ടിയതുപോലെ 1 1 1, അടുത്തൊരു 1 ഇടുക, ഇനി ഈ 1 1 ആഡ് ചെയ്ത് 2 എഴുതുക, പിന്നെ 1 എഴുതുക. അപ്പോൾ ഇവിടെ ഈ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇത് a plus b the whole squareന്റെ കോഎഫിഷ്യൻസ് ആണ്. a square plus 2ab plus b square. വീണ്ടും ഇവിടെ 1 ഇടുക, ഈ 1 2 ആഡ് ചെയ്ത് 3 എന്ന് ഇവിടെ എഴുതുക, ഈ 2 1 ആഡ് ചെയ്ത് 3 എന്ന് ഇവിടെ എഴുതുക, വീണ്ടും 1 ഇടുക. ഈ ആൾക്കാർ ആരൊക്കെയെന്ന് അറിയാമോ? a plus b the whole ക്യൂബിന്റെ കോഎഫിഷ്യൻസ് ആണ്. ആരൊക്കെ? a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b ക്യൂബ്. അടുത്ത് ഇവിടെ ഒരു 1 ഇടുക, ഈ 1 ഉം 3 ആഡ് ചെയ്ത് 4 എഴുതുക, 3 ഉം 3 ആഡ് ചെയ്ത് 6 എഴുതുക, 3 ഉം 1 ഉം ആഡ് ചെയ്ത് 4 എഴുതുക, പിന്നെ 1 എഴുതുക. ഈ ആൾക്കാരാരാ? a plus b the whole raised to 4ന്റെ കോഎഫിഷ്യൻസ് ആണ്. a plus b the whole raised to 4ന്റെ കോഎഫിഷ്യൻസ് ആണ്. ആരാ? a raised to 4 plus 4a cube b plus 6a square b. ഇവിടെ a raised to 1 into a raised to 4, a raised to 4 plus
4 into a cube b plus 6 into a square b square. A ഒന്ന് കുറയണം ബി ഒന്ന് കൂട്ടണം. അടുത്ത 4 into a into b cube plus 1 into b raised to 4. അപ്പൊ പറഞ്ഞ് അടുത്ത ആരൊക്കെ വരും? 1 ഇടുക, ഈ 1ഉം 4ഉം ആഡ് ചെയ്ത് 5 എന്ന് ഇവിടെ എഴുതുക, ഈ 4ഉം 6ഉം ആഡ് ചെയ്ത് 10 എന്ന് ഇവിടെ എഴുതുക, ഈ 6ഉം 4ഉം ആഡ് ചെയ്ത് 10 എഴുതുക, ഈ 4ഉം 1ഉം ആഡ് ചെയ്ത് 5 ഇവിടെ എഴുതുക, 1 ഇവിടെ എഴുതുക. നോക്കുക, ഈ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാ? 1 5 10 10 5 1. ഇതാരുടെ കോഎഫിഷ്യൻസാ? 1 5 10 10 5 1. ഇത് a plus b the whole raised to 5 ന്റെ കോഎഫിഷ്യൻസ് ആണ്. 1 into a raised to 5 plus 5 into a raised to 4 into b plus 10 into a cube into b square plus 10 into a square into b cube plus 5 into a into b raised to 4 plus 1 into b raised to 5. ഈ 1 5 10 10 5 1 എന്ന് വെച്ചാൽ a plus b the whole raised to 5 ന്റെ കോഎഫിഷ്യൻസ് ആണ്. എയിൽ തുടങ്ങുക, a raised to 5 തുടങ്ങുക, ഓരോ ബി വീതം കൂടെ ചേർന്ന് വരിക, ഈ എയുടെ പവർ ഓരോന്നും കുറഞ്ഞു വരിക. അപ്പൊ ഇനി നമുക്ക് എത്രയാണ് ഈ ട്രയാങ്കിൾ നിങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുക? ഈ ട്രയാങ്കിളിലാണ് നമ്മൾ പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറയണേ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ. കെ പ്ലസ് 1 the whole raised to 5 ന്റെ കോഎഫിഷ്യൻസ് പറയാൻ. k raised to 5 plus 5 into k raised to 4, മറ്റേത് 1 ആയിട്ട് കുഴപ്പമില്ല, b plus 10 into k cube plus 10 into k square plus 5 into k plus 1 into 1 raised to b യുടെ പ്ലേസിൽ 1 അല്ലേ, മൈനസ് k മൈനസ് 1. അപ്പോ ഇവിടെ ആരൊക്കെ കട്ട് ചെയ്ത് പോയി? k plus 1 the whole raised to 5 മൈനസ് k plus 1 ആരൊക്കെ കട്ട് ചെയ്ത് പോയി? ഈ പ്ലസ് 1 മൈനസ് 1 മൈനസ് കെ കട്ട് ചെയ്ത് പോയി അല്ലെ. മൈനസ് കെനെ കട്ട് ചെയ്ത് കളയണ്ട, അവിടെ ഇരുന്നോട്ടെ. മൈനസ് കെനെ അവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മൈനസ് കെ ആയിട്ട് കട്ട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ എന്തായി? ഞാൻ ആദ്യം 5 റൈസ് ടു 5 into k raised to 4 എടുത്തു, പ്ലസ് 10 k ക്യൂബ് എടുത്തു, പ്ലസ് 10 k സ്ക്വയർ എടുത്തു, പ്ലസ് 5k. ഇത്രയും ഒരുമിച്ച് എടുത്തു. പ്ലസ് ബാക്കിയുള്ള ആൾക്കാർ k raised to 5 മൈനസ് k. എടാ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് എല്ലാത്തിനും 5 കോമൺ എടുക്കാമല്ലോ. 5 into k raised to 4 പ്ലസ് 2k ക്യൂബ് പ്ലസ് 2k സ്ക്വയർ പ്ലസ് k പ്ലസ് നോക്കിയേ ഇതെന്താ? k raised to 5 മൈനസ് k. k raised to 5 മൈനസ് k എന്താ? നമ്മളിവിടെ എഴുതിയിരിക്കുന്നു നോക്കേ, 5 ഡിവൈഡ്സ് k raised to 5 മൈനസ് k എന്നല്ലേ. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കുമല്ലോ നമ്മൾ അസംഷൻ വെച്ചിട്ട് അല്ലേ. യൂസിങ് 1 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്പിൾ ഓഫ് 5 ആണ് അല്ലെ. k raised to 5 മൈനസ് k ഈസ് എഴുതിക്കല്ലേ. ഈ k raised to 5 മൈനസ് k ഇതാ വന്നിരിക്കുന്നത്. 5 ഡിവൈഡ്സ് k raised to 5 മൈനസ് k എന്നല്ലേ. അപ്പോ k raised to 5 മൈനസ് k ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്നാണ് അല്ലേ. അപ്പൊ ഇതിന് പകരം മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് എഴുതിയ വിരോധമല്ലല്ലോ നിങ്ങൾക്ക്. k raised to 5 മൈനസ് k യൂസിങ് ഇക്വേഷൻ 1. അപ്പൊ മൊത്തത്തിൽ നോക്കിയേ, ഒരു കെന്റെ മൾട്ടിപ്പിളിനോട് വേറൊരു ഒരു 5ന്റെ ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. രണ്ട് 5ന്റെ മൾട്ടിപ്പിളുകൾ ആഡ് ചെയ്താൽ കിട്ടുന്നതും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. y is equal to multiple of 5. അപ്പൊ എന്തായി? k raised to k plus 1 raised to 5 minus k plus 1 is a multiple of 5 ആയി. 5 divides k plus 1 raised to 5 minus k plus 1. Therefore, the result is true when n is equal to k plus 1. Hence, by mathematical induction, the result is true
ഏത് റിസൾട്ടാ? hence by mathematical induction 5 divides k raised 5 divides n raised to 5 minus n 5 divides n raised to 5 minus n for all n അല്ലേ? n divides 5 divides n raised to 5 minus n for all. അപ്പൊ നോക്കിയേ, നമുക്ക് രണ്ട് കാര്യങ്ങളായല്ലോ. 5 divides n raised to 5 minus n ഉം 6 divides n raised to 5 minus n ഉം കൂടി ചേരുമ്പോൾ എന്തായി? That is 5 divides n raised to 5 minus n and 6 divides n raised to 5 minus n. Hence LCM of 5 and 6 അല്ലേ? 30 divides n raised to 5 minus n for all n. വേറൊന്നുണ്ടോ?